ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2 ദിവസം കുറച്ച് നമ്മുടെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിവേ, അതവിടെ നിൽക്കട്ടെ. പറയാനുള്ളത് രണ്ട് സിനിമകളെ കുറിച്ചാണ്. രണ്ടും ബിഗ് കിങ്സ് ഓഫ് മോളിവുഡ്. മമ്മൂക്ക, അതേപോലെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. മമ്മൂക്ക സ്വന്തമാണ് കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കരുത്. സോ ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ലാലേട്ടനായിട്ട് ഏറ്റവും പ്രതീക്ഷയോടെ വരുന്ന സിനിമ എംപുരാൻ. അത് മലൈക്കോട്ട വാലിബനും കൂടി പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാത്തത് കൊണ്ട് നേരിന് ശേഷം അതിന് മുകളിൽ പോകുന്ന ഒരു പക്ഷേ ലാലേട്ടന്റെ ഏറ്റവും വലിയ കമ്പാക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന സിനിമ എംപുരാൻ. ആൻഡ് മമ്മൂക്കയുടെ പ്രകടനം വലിയ സംഭവമായിട്ട് കാണും എന്ന് വിചാരിക്കുന്ന ഭ്രമയുഗം. ഈ രണ്ട് സിനിമയെ കുറിച്ചാണ് പറയാനുള്ളതിന്റെ പോസ്റ്ററും പിന്നെ ചില വീഡിയോ ബന്ധമാണ്. ആദ്യം നമുക്ക് ഏത് പറയാം? പറയേണ്ടത് ഭ്രമയുഗം തന്നെയാണെന്ന് തോന്നുന്നു. സോ രണ്ട് ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ പോസ്റ്റർ എക്സ്പീരിയൻസ് ഭ്രമയുഗം ഓൺലി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്കറിയാം. എന്നാലും ഒഫീഷ്യലി അവർ പറഞ്ഞിരിക്കുകയാണ് ഓൺലി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേറെ നമുക്ക് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മമ്മൂട്ടി കമ്പനിയുടെയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കഥാപാത്രങ്ങളാണ്. ഒന്ന് അർജുൻ അശോകൻ, അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും ഏതൊരു കുളക്കടവിൽ ഇരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ വീണ്ടും ഉള്ളിൽ കുളമായിരിക്കാം. ഇങ്ങനെ ലോങ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് പുഴയാണൊക്കെ തോന്നും, പക്ഷെ ഇത് കുളവാൻ സാധ്യത. സോ സിദ്ധാർത്ഥ് ഭരതൻ കുളക്കടവിലേക്ക് നോക്കി ഇരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പടവിലേക്ക് കാലൊക്കെ ഇറക്കി വെച്ച വെള്ളത്തിൽ അതിന്റെ ഓളൊക്കെ അവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ച് കാലിങ്ങനെ ജസ്റ്റ് ഇളക്കുമ്പോൾ ഓളാണ്. അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നത് കാല് കൂട്ടി വെച്ച് ഇങ്ങനെ വിറച്ചിരിക്കുന്ന ഒരവസ്ഥ. അത് തണുത്ത് വിറച്ചിരിക്കല്ല ആക്ച്വലി. കണ്ടു കഴിഞ്ഞാൽ അത് സിദ്ധാർത്ഥ അവിടെ ഭയങ്കര ക്ഷണമായിട്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് പുള്ളിക്കാരൻ ആ ഒരു ഭയം ഉണ്ടല്ലോ, എന്തോ കേട്ട് പേടിച്ചിട്ടുള്ള ആ ഒരു വിറയലുണ്ടല്ലോ, അതിന്റെ കൂടെ ആ ഒരു തണുപ്പും ഈ പേടിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ തണുപ്പും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ ആളത് ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് സിദ്ധാർത്ഥ് ഭരതൻ. സോ ഇവിടെ അർജുൻ അശോകൻ അത്തരത്തിൽ എന്തോ കേൾക്കുകയാണ്. സിദ്ധാർത്ഥ പറയുന്ന എന്തോ ഒരു വലിയ സംഭവം കേട്ട് ആ ഒരു പേടിയും ആ ഒരു ഉൾക്കിടലത്തോടു കൂടി ഇരിക്കുന്ന സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഫെബ്രുവരി 15 താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ആദ്യത്തെ പോസ്റ്റർ. ആ പോസ്റ്ററിൽ അതിനപ്പുറത്തേക്കൊന്നും പറയാനൊന്നുമില്ല. ഈ രണ്ടുപേര് തമ്മിലുള്ള ഒരു ആ മനയിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് പറയുന്നത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. സോ അതിന് ശേഷമുള്ള ആ ഒരു സംഭവം അത് തന്നെയാണത്. അത് ആ മനയിലേക്ക് എത്തുമ്പോൾ ഒന്നെങ്കിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അവിടെ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം അവിടെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമോ, അങ്ങനെ ഒരു ഹൊറർ എക്സ്പീരിയൻസിന്റെ പിന്നിലുള്ള എന്തോ ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്ററാണ് ഇത്. ഓ, ഇതൊരു കിടിലൻ പോസ്റ്ററാണ്. മമ്മൂക്കയുടെ ചിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ചിരി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ആ കസാലയിൽ ഇരുന്നിട്ടുള്ള ഒരു സാധനം. ഇത് അതുക്കും മേലെ ഒരു കിടിലൻ ചിരി. എന്താല്ലേ ഇത് എങ്ങനെയാണ് പറയേണ്ടത്? കാരണം ഈ ഒരു ഫോട്ടോയ്ക്ക് തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന ആംഗിൾ തന്നെ ഒരു പ്രത്യേകത. കാരണം ഈ പുരുകമൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ടിയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരച്ചു വെച്ച പോലെ ആ പുരുകവും ആ കണ്ണിലൊക്കെ എന്താണ്, ആ മുഖത്ത് മൂക്കൊക്കെ ശരിക്ക് മമ്മൂക്കേന്റെ മൂക്ക് ശരിക്കും കുറച്ചുകൂടെ ഒരു നീട്ടം തോന്നുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട്. നമുക്ക് എന്താ പറയുക, ഒരു മന്ത്രവാദി. എനിക്ക് മമ്മൂക്കേന്റെ കുറേ സ്ഥലങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു മന്ത്രവാദി ഫീൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും ഒരു മന്ത്രവാദി സംഭവം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിരി, പല്ലിന്റെ അവിടെ ഇങ്ങനെ കറ കയറിയിട്ടില്ല, ഇത് മുറുക്കി തുപ്പി കറ കയറിയിട്ടുള്ള ഒരു സംഭവം പോലെ. പക്ഷെ അതവിടെ എന്താ പറയാ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ ഈ കരി ഉരണ്ട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കരമായിട്ടുണ്ട്. എന്തായാലും മമ്മൂക്കന്റെ പെർഫോമൻസ് ഇതിൽ ഒരു വേറെ ലെവൽ സാധനം തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവരുടെ ടീം ഇതുവരെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു പടമായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഞെട്ടിക്കും, മമ്മൂക്കയുടെ പ്രകടനം ഭയങ്കര, ഇങ്ങനൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേറെ ഒരു ഹൈപ്പും ഇതിനില്ല. ജസ്റ്റ് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന സംഭവം എന്താണോ അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് യാതൊരു ഹൈപ്പും ഉദ്ദേശിച്ചിട്ടില്ല. സോ കാണുന്ന ആളുകളും ആ രീതിയിൽ തന്നെ എടുക്കും എന്ന് വിശ്വസിക്കുന്നു. തൊട്ടപ്പുറത്ത് സിദ്ധാർത്ഥ് ആ മനയിൽ എത്തിയിട്ട് എന്തോ ഒരു സംഭവം നടന്നിട്ട് എന്തോ ഒരു കണ്ട് പേടിച്ചതിന് ശേഷമുള്ള നൃത്തമായിട്ടാണ് കാണുന്നത്. ആ മുഖത്തെ ഒരു ഭയം കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ മറ്റേ ചൂട്ട് കത്തിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പാസ് ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ സാധനം നോക്കില്ലേ, അത്തരത്തിലുള്ള സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ അർജുൻ അശോകനാണെങ്കിൽ പേടിച്ച് വിറച്ച് അതിൽ നിന്നുണ്ടാവുന്ന ഒരു തരം ധൈര്യമുണ്ട്. അത് ജീവൻ പോവോ എന്നുള്ള ഭയത്തിൽ നിന്നുണ്ടാവുന്ന ഒരു വേറെ വഴിയില്ലാണ്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്, എന്നാൽ എനിക്ക് നേരിട്ടേ പറ്റുന്നുള്ളത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത്തരത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ധൈര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ ഇതിന്റെ ഉള്ളിൽ കയറി ഞെട്ടി വിറച്ചാകെ
ആ മമ്മൂക്കന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ചിരിയും ആ ഒരു മനക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഇയാളുടെ ഒരു ഭയവും ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ കണ്ടുകൊണ്ടായിരിക്കാൻ തോന്നുന്നത്. ട്രെയിലറിലും ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. കയ്യിൽ ഒരു കത്തിയൊക്കെ ഉണ്ട്. ആരെയോ കുത്തിക്കൊല്ലാനോ ഒരു എന്തോ ഫൈറ്റ് നടന്നിട്ട് നിൽക്കണതോ അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ജന്തോ എന്തെങ്കിലും സാധനം കണ്ട അതിന് എതിരെയോ എന്താ അറിയില്ല, അത്തരത്തിലൊരു സാധനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തുള്ളത് ഇവരുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അവര് അവര് ഒരു ഡ്രസ്സൊന്നുമില്ല, ജസ്റ്റ് ഒരു സാരി മുടിയൊക്കെ മുന്നോട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. അവരുടെ മുഖത്ത് ഇതേപോലെ എന്തോ ഒരു വശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പൊതുവെ നമ്മൾ ഹൊറർ ഫിലിംസിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള ഒരു തമ്പുരാട്ടി പോലത്തെ ഒരാളോ അല്ലെങ്കിൽ ആദ്യം മരണപ്പെട്ടു പോയ ഒരു ആത്മാവിനെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുമല്ലോ. അത്തരത്തിലൊരു ഒരു വശീകരണം പോലുള്ള അങ്ങനെ ഒരു വശ്യമായ ഒരു ചിരിയോട് കൂടി നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ തന്നെ കാണേണ്ടി വരും. പിന്നെ തൊട്ട് ബേക്കിൽ ആ മന ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരത്തിലേ ഉള്ളൂ. ഇതിൽ ഹൈലൈറ്റ് തീർച്ചയായിട്ടും മമ്മൂക്കേന്റെ ഫേസ് എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ ആ ചിരി, അത് തന്നെയാണ് ഹൈലൈറ്റ്. അതിനെ മറിച്ചിടാൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അത് ഇതുവരെ വന്ന ഒരു പോസ്റ്ററിലും ഒരാൾക്കും ഒരു അപ്ഡേറ്റിലും ട്രെയിലറിലും സാധിച്ചിട്ടില്ല. അത് ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി. അത് പുള്ളിക്കാരൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. സോ എന്തായാലും വളരെ നൈസ് ആയിട്ടുണ്ട്. സോ ഈ 2 പോസ്റ്റർ വന്നിട്ടുള്ളത് ഫെബ്രുവരി 15 കൊടുത്തിട്ടുണ്ട്. പ്രമേഹം, ദ ഏജ് ഓഫ് മാഡ്നസ് ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് പറയാനുള്ളത് എമ്പുരാൻ L2E, ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്. 2-3 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ലാലേട്ടൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഒരു ഫോട്ടോ, ഇതാണ് സാധനം. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ മുതലാളി, പിന്നെ കൂടെ വേറെ ആരോ ഉണ്ട്. പിന്നെ ലാലേട്ടൻ ജസ്റ്റ് ആ ഒരു എന്താ പറയാ മമ്മി പിരമിഡിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവം പോലെ. പിന്നെ താഴെ എന്തൊക്കെ എഴുതിട്ടൊക്കെ വെൻ ദ പിരമിഡ് ഓഫ് ദി സൺ അറ്റ് മെക്സിക്കോ സാൻ ജുവാൻ യോട്ടിവാക്കാൻ ടേക്സ് അവേ ദ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വെറുതെ ഒരു പോസ്റ്റ് ഇട്ട പോലെ. അതല്ലാണ്ട് നമ്മുടെ എന്താ സുജിത് വാസുദേവന്റെ ബർത്ത്ഡേക്ക് ഇട്ടുള്ള ഒരു സംഭവം, കാനോട്ട് വെയിറ്റ് ഫോർ ദ വേൾഡ് ടു സീ യുവർ വർക്ക് ഇൻ L2E എമ്പുരാൻ. അപ്പോ അത്തരത്തിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ക്യാമറ വർക്കൊക്കെ സുജിത്ത് ചെയ്തിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കാം. തൊട്ടടുത്ത് നമ്മുടെ എന്താ പറയാ പൃഥ്വി നിൽക്കുന്ന ഒരു സാധനം. പൃഥ്വിന്റെ ലുക്ക് ഒന്നും ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനമാണ്. ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ഒരു സംഭവം, ഇത് ഇവര് ഇതിന്റെ ലൊക്കേഷനിലുള്ള ഒരു ചെറിയ വീഡിയോ 10 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ അവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ റിയാക്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം. കാരണം ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വണ്ടികൾ, ഹെലികോപ്റ്റർ, അങ്ങനെ അങ്ങനെ ആ സെറ്റിന്റെ ഒരു 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 ക്യാൻവാസ് അല്ലെങ്കിൽ അതിന്റെ ഒരു വലിപ്പം എത്ര ഉണ്ടെന്ന് ജസ്റ്റ് 10 സെക്കൻഡിൽ തന്നെ കാണിച്ചിരുന്ന വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പലതരത്തിലുള്ള ഫീച്ചേഴ്സ്, മീൻസ് എന്താ പറയാ ചെറിയ എഴുത്തുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഇതാണ്. റെഡി. ഹെലികോപ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. ഏതൊക്കെയോ വലിയ വലിയ കാറിൽ, റേഞ്ച് റോവറിന്റെ തന്നെയാണ് കേട്ടോ. റേഞ്ച് റോവറിന്റെ പല കാറുകൾ, മുകളിൽ പോകുന്ന മറ്റേ ഹെലികോപ്റ്റർ, ഇതാണ് സാധനം. ഉണ്ടോ റേഞ്ച് റോവറിന്റെ പല കാർ. ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത്? ആരോ ഒരാൾ കൂടെ നിൽക്കുന്ന നല്ല റിഫ്ലക്ഷനിൽ കാണുന്നുണ്ട് കേട്ടോ. കുറേ കുറെ വലിയ മലകളും സാധനങ്ങളൊക്കെ ഉള്ള ഏതോ ഒരു ഇത് എവിടെയാണ് ഷൂട്ട് മനസ്സിലാവില്ല. പിരമിഡ്, നമ്മൾ ലാലേട്ടന്റെ സാധനത്തിലെ പിരമിഡ് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈജിപ്റ്റ് തന്നെ ആയിരിക്കും. അതാവാനാണ് സാധ്യത. കാരണം അവിടെ കാണുന്ന തരത്തിലുള്ള ഈ കൊത്തുപണികളൊക്കെയാണ് അവിടെ കാണുന്നത്. അവിടെ ആ മലകളിലും പാറക്കല്ലുകളിലും കാണുന്ന കൊത്തുപണികൾ അത്തരത്തിലുള്ള സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ ഇത്രേ ഉള്ളൂ. റേഞ്ച് റോവറിന്റെ 3-4 കാറുകൾ, 3 കാർ കാണുന്നത് അല്ലെ. പിന്നെ മുകളിലൂടെ ഹെലികോപ്റ്റർ പോകുന്നു. താഴെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആ ബ്ലേഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഹെലികോപ്റ്ററും വലിയ വലിയ കാറുകളൊക്കെ ആയിട്ട് ഒരു സംഭവം. ഇത് ജസ്റ്റ് 10 സെക്കൻഡ് ആട്ടോ. ഇതിനെക്കുറിച്ച് വേറെയും കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ തന്നെ ഒരു സംഭവം പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്യൂ സ്റ്റുഡിയോന്റെ ആ ഒരു പോസ്റ്റ്, അവരിങ്ങനെ ഇടയ്ക്ക് പോസ്റ്റ് ഇടാറുണ്ടല്ലോ യൂട്യൂബിൽ. ആ പോസ്റ്റ് തന്നെ കണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞായിട്ടുണ്ടല്ലോ എഴുതിയിട്ടുള്ളത്. അതായത് ഈ അബ്രഹാം ഖുറൈഷി അല്ലെങ്കിൽ ഖുറൈഷി അബ്രഹാം എന്തു പറയാം, അദ്ദേഹം ഒരുപാട് കാറുകളും വലിയ വലിയ എന്താ പറയുക ഹെലികോപ്റ്റേഴ്സും അതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു ഒരു ഒരു എന്താ പണക്കാരൻ എന്നുള്ളതല്ല, അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു മാഫിയ കിങ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു സംഭവമാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞതായിട്ടൊരു ഒരു പോസ്റ്റ് ക്യൂ സ്റ്റുഡിയോന്റെ സംഭവത്തിൽ ഞാൻ കണ്ടിരുന്നു. അതിന് താഴെ കുറേ കമന്റും വന്നിട്ടുണ്ട്. പ്ലീസ് ആ വായം നടക്കൂ, പ്ലീസ് ഹൈപ്പ് പറയാതിരിക്കൂ, ഹൈപ്പ് കയറ്റാതിരിക്കൂ, ദയവ് ചെയ്ത് ഇത്തരത്തിൽ പറയാതിരിക്കൂ, പടം വരട്ടെ, ഞങ്ങൾ കണ്ടോളാം. ഈ എനിക്കും പറയാനുള്ള അതാണ്, വായ അടക്കൊന്നുമല്ല കേട്ടോ. അവർ അവരുടെ ഇഷ്ടത്തിൽ പറയട്ടെ. കാരണം മലൈക്കോട്ട വാലിബൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടണം. അവർ പറഞ്ഞ എന്താണോ അതിൽ കണ്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു പടം വിചാരിച്ച പോലെ വരാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ വായടക്കൂ, ദയവേത് ഇങ്ങനെ പറയാതിരിക്കും എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ ലാൽകുട്ടിൽ വെറുപ്പുകൊണ്ടൊന്നുമല്ല.
നല്ലൊരു സിനിമ കാണണം, ഹൈപ്പ് ഒന്നും ഇല്ലാണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ ആ ഞെട്ടൽ വരണം എന്നുള്ളതാണ്. പക്ഷെ ലൂസിഫറിൽ അത് സാധ്യമല്ല എന്നുള്ള സത്യസന്ധമായ നഗ്നമായ ഒരു സത്യം അവിടെ ഉണ്ട്. കാരണം എമ്പുരാനില്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. അതിന്റെ വലിപ്പം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരുപാട് പ്രതീക്ഷകൾ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഒന്ന്, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ ആദ്യ ഡയറക്ടോറിയൽ സംഭവമായിട്ടുള്ള ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷനായി മാറുക ഒക്കെ ചെയ്ത് ബോക്സ് ഓഫീസ് തരിപ്പണാക്കിയുള്ള ഒരു സംഭവമാണ്. സോ പൃഥ്വി എന്ന് പറഞ്ഞ ആള് അമ്മാതിരി ഞെട്ടിക്കലാണ് ആ സിനിമയിലൂടെ ചെയ്തത്. അതിനുശേഷം ബ്രോഡാഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ചെറിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് ആരും അങ്ങനെ വലിയ സംഭവമായിട്ട് എടുത്തില്ലത്. ഒരു ആവറേജ് തരത്തിൽ പോയെങ്കിൽ പോലും ഡയറക്ഷനിൽ മോശമൊന്നും പറയാനില്ല. സോ പുള്ളിക്കാരന്റെ രണ്ടാമത്തെ വലിയ വർക്ക് തന്നെ വേണമെങ്കിൽ പറയാം എമ്പുരാൻ. ലൂസിഫറിന്റെ ബാക്കി എന്ന് പറയുമ്പോൾ ആ ഒരു ഹൈപ്പ് ഓൾറെഡി അവിടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി അത് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇതിനേക്കാളും വലിയ സംഭവമായിട്ടായിരിക്കും വരിക എന്നുള്ളത് ആദ്യമേ നമ്മൾ അറിഞ്ഞ. കാരണം അതാരും ഈ പറഞ്ഞ നേരത്തെ പ്രമേയത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ പൃഥ്വിരാജോ ലാലേട്ടനോ ആരും തന്നെ ഇതുവരെ അതിനേക്കാളും വലിയ സിനിമയൊന്നും അവര് വാ തുറന്ന് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്യാൻവാസ് എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് മുരളിഗോപി അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത്തരത്തിൽ വലിയ ക്യാൻവാസ് ആയിട്ട് വലിയ ബിഗ് ബഡ്ജറ്റ് സംഭവങ്ങളായിട്ട് എഴുതുന്ന ആളാണ്. എഴുത്ത് അങ്ങനെയാണ്. സോ അതിനേക്കാളും വലുതാക്കാൻ ശ്രമിക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്നൊക്കെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനേക്കാളും വലുതായിട്ടാണ് സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ. സോ അത്തരത്തിൽ അതിന്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ലൂസിഫറിന്റെ വിജയം ഇത്രയും വലിയ ഹൈറ്റിൽ നിൽക്കുമ്പോൾ പോരാത്തിന് ലാലേട്ടൻ എന്ന് പറയുന്ന ആള് കുറേ സിനിമകൾ വളരെയധികം ഡൗൺ ആയി. നേര് എന്ന് പറഞ്ഞ സിനിമയിൽ വലിയൊരു കംബാക്ക് നടത്തി. മലൈക്കോട്ട വാലിബൻ അതിലും മുകളിൽ പോകുന്നു പ്രതീക്ഷിച്ച് ഒന്നും അല്ലാതായി പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ ആ ഒരു വലിയ എന്താ പറയാ തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ആളുകൾ എമ്പുരാനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികം. പക്ഷെ എനിക്ക് പറയാനുള്ളത് എമ്പുരാൻ നമ്മൾ കണ്ടിട്ടുള്ള ലൂസിഫർ എന്താണോ അത് നടന്നിട്ടുള്ള സെയിം സംഭവത്തിന്റെ ബാക്കിയാണ്. എല്ലാവർക്കും അതറിയാം. എല്ലാവരും അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും പോണേ. എന്നാലും ചില ആളുകൾ ഉണ്ടാവും വെറുതെ അതിന് മുകളിൽ ഹൈപ്പ് കയറ്റി വെച്ച് അതിന്റെ മുകളിൽ ഒരു സംഭവം വെച്ച് ലൂസിഫർ ഒന്നൊന്നുമല്ല അതിന് മുകളിലായിരിക്കും എമ്പുരാൻ അങ്ങനെയൊന്നും വെറുതെ വിചാരിച്ച് പോകാണ്ടിരിക്കുക നല്ലത്. ലൂസിഫർ നമ്മൾ കണ്ടു, സെയിം സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം. അത്രമാത്രം ഇപ്പൊ വിചാരിച്ചാൽ മതി. അതിന് മുകളിൽ ഉണ്ടെങ്കിൽ ബോണസ്, അതല്ലേ നല്ലത്. കാരണം എബ്രഹാം ഖുറൈഷി അത് അയാൾ ആരാണ്, അല്ലെങ്കിൽ ഖുറൈഷി എബ്രഹാം ആരാണ്, അതുപോലെ പൃഥ്വിയുടെ ആ ക്യാരക്ടർ അതിന് പേരെന്തായിരുന്നു, ആ ക്യാരക്ടർ എന്താണ്, എന്തായിരുന്നു അത് ഓക്കെ. അപ്പൊ ആ കഥാപാത്രം എന്തായിരുന്നു, ഇതൊക്കെ നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമെങ്കിലും ഒരുപക്ഷെ കഥ നടക്കുന്നത് മറ്റു സ്ഥലങ്ങളിലായതുകൊണ്ട് അതിന്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പിന്നെ കുറെ AK-47 അടക്കം വലിയ വലിയ തോക്കുകളും ഹെലികോപ്റ്ററുകളും ഒരു യുദ്ധത്തിന്റെ ഒരു വാർ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷം അങ്ങനത്തെ ഒരു പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ പോലും നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഇത് ഹോളിവുഡ് ലെവൽ ഒരു സംഭവം എന്നൊക്കെ അങ്ങനെ കുറെ കമന്റുകൾ കണ്ടിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വിചാരിക്കാതെ സിനിമയ്ക്ക് പോയി കാണുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നല്ല സിനിമയാവട്ടെ, ലൂസിഫർ പോലെ ഒരു നല്ല വിജയമാകട്ടെ. അത് മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ സിനിമ കാണാൻ പോവുക. ബാക്കി ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഹൈപ്പായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇതിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. പിന്നെ കുറേ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇങ്ങനത്തെ വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് സമയം കിട്ടത്തോണ്ട് ഇപ്പൊ ഒരുമിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും രണ്ട് സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബ്രഹ്മയുഗമാണോ എമ്പുരാനാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. എന്തുകൊണ്ട് എമ്പുരാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് ലൂസിഫർ എന്നുള്ളതും മറക്കാതെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ഒരു ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ആർക്കാണ് പവർ എന്നൊന്ന് കമന്റ് ബോക്സിൽ കാണട്ടെ. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ